ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല കുക്കിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ. അപ്പം ഇത് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു മസാല കുക്കിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന അതുപോലെ ഒരു മസാല കുക്കിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മസാല കുക്കിയാണ്. ആ മസാല കുക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ ഒരു ശകലം ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഏലക്ക ചെറുതായതുകൊണ്ട് ഞാൻ ഒരു 2 കഷ്ണം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ശകലം തേങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് 2 ചുള വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വലിയ വെളുത്തുള്ളിയാണ്. അതിലേക്ക് ഞാൻ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ 2 നല്ല എരിവുള്ള പത്രമുളകായതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് ചേർക്കുന്നത്. 2 എണ്ണം ചേർത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഇതുപോലെ 2 കുഞ്ഞു പീസ് കറുവപ്പട്ട ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1/2 സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി ഇതൊന്ന് അരച്ചെടുക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കല്ലോ കേട്ടോ. ഇതുപോലെ തരിയായിട്ട് ചതച്ചെടുക്കണം. അതുപോലെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ ബട്ടറിലേക്ക് നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ മുട്ടയെ നന്നായിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം ഒരു സ്പൂണ് വാനില എസൻസ് ഇട്ട് കൊടുക്കാവേ. വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരു 5-6 കാഷ്യൂനട്ടും ബദാമും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാവേ. നല്ല ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കതിലേക്ക് ഒരു സ്വല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തേ. ഇനി മധുരം കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ മറന്നുപോയത് കേട്ടോ പഞ്ചസാര ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ഓവനിൽ വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മളുടെ കുക്കിയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ബട്ടർ മിൽക്ക് പേപ്പറിൽ ഈ ബേക്ക് ചെയ്യുന്ന ഡിഷിനകത്ത് ഇങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് നമ്മുടെ ഒരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ കുക്കിയുടെ പുറത്തൊന്ന് തേച്ച് കൊടുക്കണം. ഇതിൽ ബ്രഷ് എടുത്ത് നമുക്ക് ആ കുക്കിയുടെ പുറത്തൊന്ന് നമ്മളിതുപോലെ എല്ലാ കുക്കിയിലും ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓവനൊന്ന് ചെറുതായിട്ട് ചൂടാക്കാൻ വെച്ചിട്ട് ചൂടായതിന് ശേഷം വേണം നമുക്ക് വെക്കാൻ. ചെറിയ ഇതിൽ വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ ഓവന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവനിലേക്ക് വെക്കാവുന്നതാണ്. അപ്പം നമ്മളുടെ മസാല കുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സ്വല്പം നേരം നമുക്ക് ആറാനായിട്ട് വെക്കാം. അതിന് ശേഷം വേണം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മസാല കുക്കി നല്ല ചൂടൊക്കെ ആറിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പിയൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ മസാല കുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്ന.
അപ്പോൾ നമ്മളുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല കുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.